എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ദിവാലി സെയിൽ നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുന്ന കുറച്ച് ബ്ലൂടൂത്ത് ഇയർഫോൺസ് അല്ലെങ്കിൽ നെക്ക് ബാൻഡുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലിലുള്ള പ്രോഡക്റ്റുകൾക്ക് ഈ ഒരു ബിഗ് ദിവാലി സെയിൽ ആയപ്പോഴത്തേക്ക് എന്തുമാത്രമാണ് ആ ഒരു റേറ്റിൽ വ്യത്യാസം ഉണ്ടായെന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. കാരണം നമ്മുടെ ഇന്നലത്തെ ഇയർബഡുകളുടെ പോലെ ഈ രണ്ട് ബിഗ് ദിവാലി സെയിലെയും കമ്പാരിസൺ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് എപ്പോഴും പറയുന്ന പോലെ ബോട്ടിൽ നോക്കുകയാണെങ്കിൽ 235V2 1199 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലിൽ 799 രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 849 രൂപയായിട്ടുണ്ട്. ഒരു 50 രൂപ എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 255 1199 രൂപയുടെ പ്രോഡക്റ്റ് 799 രൂപയായിരുന്നു കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലിൽ. എന്നാൽ ഇപ്പോൾ ഇതിനും 849 മാറിയിട്ടുണ്ട്. കൂടാതെ 255 പ്രോയിനാണെങ്കിൽ 1299 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. 999 രൂപയായിരുന്നു കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലിൽ. എന്നാൽ ഇവിടെ 949 മാറിയിട്ടുണ്ട്. 50 രൂപ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. 255 പ്രോ പ്ലസ് നോക്കുകയാണെങ്കിൽ 1499 രൂപയുടെ പ്രോഡക്റ്റ് 1099 രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്നാൽ ഇപ്പോൾ 1199 രൂപ. 265V2 ആണെങ്കിൽ 1499 ആണ് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോഴും 1099 രൂപ തന്നെയാണ്. 261 ആണെങ്കിൽ നമുക്ക് 1199 രൂപയുടെ പ്രോഡക്റ്റ് 799 രൂപയ്ക്കും. 333 1499 രൂപ പ്രോഡക്റ്റ് 999 രൂപയ്ക്കുമാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലിൽ നമുക്ക് 1099 രൂപയായിരുന്നു. എന്തായാലും 999 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു 333 എന്ന് പറയുന്നത്. ഇനി 195 നോക്കുകയാണെങ്കിൽ 1299 രൂപയായിരുന്നു. 799 രൂപയായിരുന്നു കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലിൽ. എന്നാൽ ഇപ്പോൾ നമുക്കത് അവൈലബിൾ അല്ല. കൂടാതെ ബോട്ടിന്റെ വയർലെസ് 100 നോക്കുകയാണെങ്കിൽ 1399 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. 1199 രൂപയായിരുന്നു കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലെങ്കിൽ ഇപ്പോൾ നമുക്കത് 1499 മാറിയിട്ടുണ്ട്. നോർമലി അവർ 1399 എപ്പോഴും കാണുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നത് 1499 രൂപയ്ക്കാണ്. കൂടാതെ നമ്മുടെ ബിഗ് ബില്യൺ ഡേ സ്പെഷ്യൽസിൽ അവർ ലോഞ്ച് ചെയ്ത മറ്റൊരു പ്രോഡക്റ്റ് ആണ് 355 1499 രൂപയുടെ പ്രോഡക്റ്റ് 1499 രൂപയ്ക്ക് തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. അവിടെ വേറെ ഒരു ഓഫേഴ്സും നമുക്ക് കാണാനില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു 355 ആപ്റ്റെക്സ് ആ ഒരു കോഡൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മ്യൂസിക് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ്. എന്നാൽ മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ ഇടയ്ക്ക് ബ്രേക്കിംഗ് ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതങ്ങോട്ട് വാങ്ങിക്കുന്നത് ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇതിനകത്ത് ബോട്ടിൽ ഏത് കൊള്ളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബജറ്റാണ് നോക്കുന്നതെങ്കിൽ 235V2 നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതേപോലെ തന്നെ 255 പ്രോയും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. കൂടാതെ 333 കുറച്ച് പേരെ എൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോളിംഗ് എന്താ പറയുക ക്വാളിറ്റി അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സംസാരിക്കുന്നത് വളരെ ലോ ആയിട്ടാണ് കേൾക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഞാനിപ്പോൾ 2 പ്രോഡക്റ്റ് വാങ്ങിച്ചാലും എനിക്കങ്ങനെ പ്രശ്നമില്ലായിരുന്നു. കൂടാതെ ഞാൻ 333 വാങ്ങിച്ച മറ്റു പല ഫ്രണ്ട്സിൻ്റെ അടുത്തും ചോദിച്ചപ്പോഴത്തേക്കും അവരും അങ്ങനെ കൂടുതൽ പറഞ്ഞിട്ടില്ല. എന്നാലും 2-3 പേര് മാത്രമാണ് ഈ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 333 235V2 255 പ്രോ ഈ 3 പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കും ഞാൻ കൂടുതലും അങ്ങോട്ട് നിങ്ങൾക്ക് ബോട്ടിൽ പറഞ്ഞു തരുന്നത്. ഇനി ബോൾട്ട് ഓഡിയോയിൽ നോക്കുകയാണെങ്കിൽ പ്രോ ബേസ് കർവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 999 പ്രോഡക്റ്റ് ഇപ്പോഴും നമുക്ക് 799 കിട്ടും. എന്നാൽ അത് വാങ്ങിച്ചാൽ ഡ്യൂറബിലിറ്റി ഇല്ല. പൊതുവേ ഈ ഒരു ബോൾട്ടിന് നമുക്ക് ഡ്യൂറബിലിറ്റിയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. പ്രോ ബേസ് കർവ് പ്രോ 1099 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 899 തന്നെയാണ്. പിന്നെ ഫ്ലോ എക്സ് 999 പ്രോഡക്റ്റ് 988 രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്നാൽ ഇപ്പോൾ അതിന് 1049 മാറിയിട്ടുണ്ട്. ഫ്ലോ എക്സിന് ഞാനിപ്പോൾ നോക്കിയെടുത്തോളം കുറച്ചുകൂടി ഒരു ഡിമാൻഡ് കൂടി വരുവാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു മെറ്റൽ ബോഡിയും ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഫ്ലോ എക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം. എക്സ് ചാർജിൽ നോക്കുകയാണെങ്കിൽ 1099 രൂപയുടെ പ്രോഡക്റ്റ് 799 രൂപയ്ക്കും. എസ്കേപ്പ് 999 രൂപയുടെ പ്രോഡക്റ്റ് 699 രൂപയ്ക്കും കാണാൻ സാധിക്കുന്നു. ബസ്റ്റർ 1199 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം 1099 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 1299 രൂപയാണ്. X1WL 899 പ്രോഡക്റ്റ് 809 രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്നാൽ ഇപ്പോൾ ആ ഒരു ബാക്ക് ടു നോർമൽ റേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബോൾട്ടിൽ പറയാൻ പറ്റുന്നത്. ഈ ബോൾട്ടിൽ പൊതുവേ ഞാൻ പറയുന്നത് ഒന്ന് പ്രോ ബേസ് കർവ് പ്രോയും അതേപോലെ തന്നെ ഫ്ലോ എക്സും ആണ്. എന്തായാലും ഈ 2 പ്രോഡക്റ്റ് കർവ് പ്രോയ്ക്ക് 899 കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫ്ലോ എക്സിന് കുറച്ചുകൂടി റേറ്റ് കൂടിയിട്ടുണ്ട്. ഇനി റിയൽമിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ റിയൽമി ബഡ്സ് വയർലെസ് 2 വർഷം മുന്നേ ഇറങ്ങിയ പ്രോഡക്റ്റ് ആണ്.
1799 രൂപയുടെ നെക്ക് ബാൻഡ് 1599 ആയിരുന്നു കഴിഞ്ഞ ദിവാലി സെയിലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരൊറ്റ ദിവസത്തേക്ക് 999 കണ്ടു. എന്നാൽ ഇന്നിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് 1193 രൂപയായി. എന്തായാലും ഈ ഒരു 1200 ആയാൽ പോലും ഈ ഒരു പ്രോഡക്റ്റിന് ആദ്യമായിട്ടാണ് ഇത്ര വില കുറഞ്ഞ് കാണുന്നത്. അതിനൊരു ഒറ്റ റീസൺ തന്നെ എനിക്ക് തോന്നുന്നത് ബഡ്സ് വയർലെസ് 2 നിയോ 1499 രൂപയുടെ പ്രോഡക്റ്റിൽ നമുക്ക് ലോ ലേറ്റൻസി മോഡൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു ബഡ്സ് വയർലെസ്സിൽ അതൊന്നും ഇല്ല. പക്ഷേ മ്യൂസിക് ക്വാളിറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബഡ്സ് വയർലെസ്സിൽ. ഇനി ബഡ്സ് വയർലെസ് 2 നോക്കുവാണെങ്കിൽ 2299 പ്രോഡക്റ്റ് 1999 രൂപ കഴിഞ്ഞ പ്രാവശ്യമെങ്കിൽ ഇപ്പോൾ നമുക്ക് 1899 രൂപയ്ക്ക് കിട്ടുന്നു. കൂടാതെ ബഡ്സ് വയർലെസ് 2 നിയോ 1499 പ്രോഡക്റ്റ് കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലിൽ 1499 കണ്ടത്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1299 രൂപയ്ക്ക് കാണാൻ സാധിക്കും. ബഡ്സ് വയർലെസ്സും ബഡ്സ് വയർലെസ് 2 നിയോയും ഓൾമോസ്റ്റ് രണ്ടും തന്നെ ഒരേ കണക്കത്തെ റേറ്റ് ആണ്. എന്താ പറയുക, ഒരു ചെറിയൊരു 100 രൂപ വ്യത്യാസം അല്ലെങ്കിൽ 107 രൂപ വ്യത്യാസം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. എന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് ഏതാണ് വരുത്തുന്നത് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് ബഡ്സ് വയർലെസ് 2 നിയോ ആണ്. കാരണം അതിലൊരു ലോ ലേറ്റൻസി മോഡുണ്ട്. മറ്റേതിനകത്ത് ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പറയുവാണ്. ഇടയ്ക്ക് നമ്മൾ വീഡിയോ കാണുമ്പോൾ പോലും യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ പോലും ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ആ ഒരു ലോ ലേറ്റൻസി മോഡിൽ അതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ബഡ്സ് വയർലെസ് 2 നിയോയിലാകുമ്പോൾ ലോ ലേറ്റൻസി മോഡുള്ളതുകൊണ്ട് തന്നെ ഈവൻ നമ്മൾ ഓഫ് ചെയ്തിട്ട് കാണുന്ന സമയത്തൊന്ന് ഡിലേ ആവുകയാണെങ്കിൽ അപ്പോഴേ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഡിസോയിലേക്ക് വരുമ്പോഴത്തേക്ക് ഡിസോ വയർലെസ് 1299 പ്രോഡക്റ്റ് നമുക്ക് 999 രൂപയ്ക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡിസോ വയർലെസ്സും നമ്മുടെ ബഡ്സ് വയർലെസ് 2 നിയോയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണോ വേണ്ടത് നിങ്ങൾ അതിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഡിസോ വയർലെസ്സിന് എന്തായാലും 999 രൂപ മാത്രമേ ഉള്ളൂ. ഇനി നോയ്സിലേക്ക് വരുവാണെങ്കിൽ ട്യൂൺ ആക്റ്റീവ് പ്ലസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്പോഴും അത് അവൈലബിൾ അല്ല. 1299 രൂപ ആയിട്ടുള്ള പ്രോഡക്റ്റിന് ഇപ്പോഴും 1299 രൂപ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇത് ഓഫർ സമയങ്ങളിൽ 999 രൂപയ്ക്ക് കാണാൻ സാധിക്കുന്നതാണ്. ട്യൂൺ ചാർജ് നോക്കുവാണെങ്കിൽ 1399 രൂപയുടെ പ്രോഡക്റ്റ് 1199 രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോഴും അത് 1199 രൂപ തന്നെയാണ്. ട്യൂൺ എലൈറ്റ് 1099 രൂപയുടെ പ്രോഡക്റ്റ് 899 രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോഴും അത് തന്നെയാണ്. ഇനി പുതിയൊരു പ്രോഡക്റ്റ് നോയ്സിൻ്റെത് നെർവ് എന്ന് പറഞ്ഞൊരു നെക്ക് ബാൻഡ് ഇറങ്ങിയിട്ടുണ്ട്. 899 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഇതിന് ഇപ്പോൾ നമുക്ക് 799 രൂപയ്ക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു നെർവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് കൂടുതൽ അങ്ങോട്ട് ഞാൻ പറയുന്നില്ല. ഇനി മിവിയിലേക്ക് നോക്കുവാണെങ്കിൽ കോളർ ക്ലാസിക് 999 രൂപയുടെ പ്രോഡക്റ്റ് 599 രൂപയ്ക്കും, കോളർ 2A 1199 രൂപയുടെ പ്രോഡക്റ്റ് 899 രൂപയ്ക്കും കാണാൻ സാധിക്കുന്നു. 839 രൂപയായിരുന്നു കഴിഞ്ഞ ദിവാലി സെയിലിലെ ഓഫർ എന്ന് പറയുന്നത്. എന്തായാലും കോളർ ക്ലാസിക് 599 രൂപയ്ക്ക് നമുക്ക് വർത്ത് തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം മ്യൂസിക് ക്വാളിറ്റിയും മൈക്ക് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. എന്നാൽ ബിൽഡ് ക്വാളിറ്റിയിൽ മാത്രമാണ് നമുക്ക് ചെറിയൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി റെഡ്മിയിലേക്ക് നോക്കുവാണെങ്കിൽ സോണിക് ബേസ് 1299 രൂപയുടെ പ്രോഡക്റ്റ് 999 രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമെങ്കിൽ ഇപ്പോൾ നമുക്കത് 1099 രൂപയ്ക്കാണ് കാണാൻ സാധിക്കുന്നത്. വൺ പ്ലസിലേക്ക് നോക്കുവാണെങ്കിൽ ബുള്ളറ്റ് വയർലെസ് ഈ ബേസ് എഡിഷൻ 1999 പ്രോഡക്റ്റ് 1799 രൂപയ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇതൊക്കെ തന്നെയാണ്. ഓപ്പോ നോക്കുവാണെങ്കിൽ എൻകോ M31 1999 പ്രോഡക്റ്റ് 1799 രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമെങ്കിൽ ഇപ്പോൾ അത് 1999 തന്നെ വന്നിട്ടുണ്ട്. ഓഫർ ഒന്നും ഇല്ല അതിന്. ഇനി ഇൻഫിനിറ്റി കഴിഞ്ഞ പ്രാവശ്യം ഇൻഫിനിറ്റിക്ക് ഓഫർ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതിന് ഓഫറുണ്ട്. ഗ്ലൈഡ് N120ക്ക് 1199 രൂപയാണ് നോർമൽ റേറ്റ് എങ്കിൽ ഇപ്പോൾ വെറും 699 രൂപ മാത്രമേ ഉള്ളൂ. ബേസ് നല്ല ഡോമിനേറ്റഡ് ആണ്. ബോട്ടിനേക്കാളും എനിക്ക് ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്ലൈഡ് N120യിലാണ്. അതേപോലെ തന്നെയാണ് മ്യൂസിക് ക്വാളിറ്റിയും കുറച്ച് പെർഫെക്റ്റ് ആണ് നമുക്കൊരു ഇൻഫിനിറ്റിയിൽ. അതുകൊണ്ട് തന്നെ ബോട്ട് വാങ്ങിക്കുന്നതിനേക്കാളും ഇൻഫിനിറ്റി വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. പിന്നെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. അതല്ലെങ്കിൽ ബോട്ട് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിലേക്ക് പോവുക. അത്രേ ഉള്ളൂ. വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് കുറച്ച് ഈസി ആയിട്ട് ബോട്ടിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇൻഫിനിറ്റിയിലെ കുറച്ചുകൂടി ഒരു പ്രൊസീജിയേഴ്സ് ഇപ്പോൾ പ്രത്യേകിച്ച് JBL ആണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കൊണ്ടു കൊടുക്കേണ്ടി വരും നിയറസ്റ്റ് സർവീസ് സെൻറ്ററിൽ. ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ കൊല്ലത്ത് പോവേണ്ടി വരും. കാരണം ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഇവർക്കൊരു സർവീസ് സെൻറ്റർ ഇല്ല. ഞാൻ ക്ലെയിം ചെയ്യാൻ നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചതാണ്. അതുകൊണ്ട് തന്നെ
ഇൻഫിനിറ്റി ഗ്ലൈഡ് വാങ്ങിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചീത്ത ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു ബിഗ് ദിവാലി സെയിൽ, അതായത് സെക്കൻഡ് ടൈമിലുള്ള നമ്മുടെ ബിഗ് ദിവാലി സെയിൽ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുന്ന കുറച്ച് നെക്ക് ബാൻഡുകൾ. 1000 രൂപയ്ക്കുള്ളിൽ ഞാൻ ഏത് ചൂസ് ചെയ്യുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ഡിസോ വയർലെസ് 1799 പ്രോഡക്റ്റ് നമുക്ക് 999 രൂപയ്ക്ക് കിട്ടും. ലോ ലേറ്റൻസി മോഡുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാഗ്നറ്റിക് കൺട്രോൾ ഉണ്ട്. ആ ഒരു ഒറ്റ കാരണത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൈഡ് N120 അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിന്റെ പ്രോഡക്റ്റിലോ ഒക്കെ പോവാം. നോയ്സും പെർഫെക്റ്റ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി 1500 രൂപയ്ക്കുള്ളിൽ ഞാൻ ഏത് നോക്കുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഒന്ന് ഞാൻ പറയണത് നമ്മുടെ ബഡ്സ് വയർലെസ് 2 നിയോ. അതും നമ്മുടെ സെയിം എന്താ പറയുക, ആ ഒരു ലോ ലേറ്റൻസി മോഡിൻ്റെ കാരണവും അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഈ മാഗ്നറ്റിക് കൺട്രോളൊക്കെ തന്നെയാണ് ഇവിടെയും എനിക്ക് പറയാനുള്ളത്. പൊതുവെ നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസുകൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നോക്കേണ്ടത് ലോ ലേറ്റൻസി മോഡ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം കുറച്ചുകൂടി നമുക്ക് ക്വാളിറ്റി ഔട്ട്പുട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു ലോ ലേറ്റൻസി മോഡുള്ള പ്രോഡക്റ്റുകളിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് റേഞ്ചിൽ നോക്കിയാലും അതിലേക്ക് പോവുക. ഇനി 2000 രൂപയ്ക്ക് ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 2 പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഓഫറിൽ, ഓപ്പോ ഇപ്പോൾ എന്തെങ്കിലും ഓഫറില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ബുള്ളറ്റ് വയർലെസ് ഈ ബേസ് എഡിഷനും കൂടാതെ റിയൽമി ബഡ്സ് വയർലെസ് 2ഉം. എന്തായാലും ഈ 2 പ്രോഡക്റ്റുകളും നല്ലത് തന്നെയാണ്. റിയൽമിയിലാണെങ്കിൽ നമ്മുടെ LDAC ടെക്നോളജി കൊണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് പാട്ടുകൾ നല്ല ക്വാളിറ്റിയോടെ കിട്ടാം. അതേപോലെ തന്നെയാണ് ഈ ഒരു ബുള്ളറ്റ് വയർലെസ് സിയിലും വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ചൊരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം ടച്ച് കിട്ടുന്നത് ഈ ഒരു OnePlus യിലാണെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി സ്പെക് വൈസ് നോക്കുമ്പോഴത്തേക്ക് റിയൽമി ബഡ്സ് വയർലെസ് 2ലാണ് നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.